ഹലോ എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മളുടെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന ഗ്യാസിൻ്റെ അളവ് കുറവാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ബ്ലൂ ഫ്ലെയിം ഉള്ള ബയോഗ്യാസ് ആണ് നമ്മൾ കത്തിക്കുമ്പം കിട്ടുന്നതെങ്കിൽ നമ്മളുടെ ഡൈജസ്റ്ററിൻ്റെ ഹെൽത്ത് ഈസ് വെരി ഗുഡ്. പക്ഷേ നമുക്ക് ബ്ലൂ ഫ്ലെയിം കിട്ടിയാലും നമുക്ക് കിട്ടുന്ന ഗ്യാസിൻ്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പം ഈ ഗ്യാസ് കെട്ടുപോവാണ് അല്ലെങ്കിൽ ഗ്യാസ് തീർന്നു പോവാണ്, അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനകത്ത് ഒരു മെയിനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫീഡ് സ്റ്റോക്ക് ഒരു പക്ഷേ നമ്മളുടെ ഡൈജസ്റ്ററിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കുറവായിരിക്കാം. അപ്പം അങ്ങനെ ഗ്യാസ് നമുക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങളുടെ ഡൈജഷനകത്തേക്ക് എത്രമാത്രം ഫീഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ എത്രമാത്രം വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു കാൽക്കുലേഷൻ നിങ്ങൾ നടത്തി നോക്കാം. അതാണ് ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വേസ്റ്റിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കുന്നത് ഒരു സെറ്റ് ഓഫ് മൈക്രോബ്സിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കാരണമാണ്. അപ്പോൾ ഈ ആക്ഷന് പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഐഡിയൽ ടെമ്പറേച്ചറുണ്ട്. അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് അവരുടെ ആ ഒരു ഐഡിയൽ കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒപ്റ്റിമം കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ തന്നെയാണ് നമ്മൾ pH ലെവൽ. ഈ pH ലെവലും ഡിഫറെൻ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ അഫക്റ്റ് ദ പെർഫോമൻസ് ഓഫ് ദ മൈക്രോബ്സ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് ക്യാൻ ഓൾസോ ബി എ ഫാക്ടർ. ഇനിയിപ്പം ഇത് കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ ബയോഗ്യാസിൽ നിന്നുണ്ടാകുന്ന ഗ്യാസ് ഏതെങ്കിലും ഒരു ജോയിൻറ്റിൽ വെച്ച് ലീക്കായി പോയി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഓൾസോ റിഡ്യൂസ് ദ അവൈലബിലിറ്റി ഓഫ് ദ ഗ്യാസ്. അപ്പം നമ്മൾ ഗ്യാസ് എവിടെയെങ്കിലും ലീക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊരു സോപ്പിൻ്റെ പത വെച്ച് നമ്മൾ ജോയിൻസിലെല്ലാം ഒന്ന് നോക്കിയാൽ നമുക്ക് ഗ്യാസ് ലീക്കേജ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? സപ്പോസ് നമ്മൾക്ക് ഗ്യാസ് പ്രൊഡക്ഷൻ നേരത്തെ അത്രയും ഗ്യാസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എത്രമാത്രം വേസ്റ്റ് മെറ്റീരിയൽ നമ്മൾ ഇടുന്നുണ്ടായിരുന്നു, ഇനിയിപ്പം നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടാൽ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ എത്രമാത്രം ഫീഡ് സ്റ്റോക്ക് അതിനകത്തേക്ക് ഇടണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ളത് ഒരു 1 മീറ്റർ ക്യൂബ് ബയോഗ്യാസ് പ്ലാന്റ് ആണെങ്കിൽ ആ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് നമുക്ക് 1 മീറ്റർ ക്യൂബ് ബയോഗ്യാസ് ഒരു ദിവസം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ 25 കിലോഗ്രാം ഓഫ് കൗഡങ് ആണ് നമ്മൾ അതിനകത്തേക്ക് ഫീഡ് ചെയ്യേണ്ടത്. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഐഡിയൽ കണ്ടീഷനാണ്. അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഫുഡ് വേസ്റ്റ് വല്ലതും ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇത് കുറയ്ക്കാം. കാരണം ഫുഡ് വേസ്റ്റിൽ നിന്ന് 1 കിലോഗ്രാം വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ബയോഗ്യാസിൻ്റെ ഈൽഡ് കൗഡങ്ങിനേക്കാളും കൂടുതലാണ്. പിന്നീട് നോക്കേണ്ടത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫീഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ വേസ്റ്റ് മെറ്റീരിയൽ നമ്മൾ ഡൈജസ്റ്ററിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റൻ്റ്ലി നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് നമ്മളതിനെ ഓവർലോഡ് ചെയ്യല്, പക്ഷേ അണ്ടർലോഡും ചെയ്യല്. അതായത് നമ്മൾ കൂടുതലും ഇടരുത്, കുറവും ഇടരുത്. ഇപ്പോൾ കൗഡങ്ങാണ് നിങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സപ്പോസേ ഇപ്പം വീട്ടിൽ ഒരു പശു അല്ലെ 2 പശു ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഒരു 15 കിലോ കൗഡങ്ങ് കിട്ടേണ്ടതാണ്. അപ്പം അവർ ആ ഒരു 15 kg കൗഡങ്ങ് അവർ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഡൈജഷനകത്തേക്ക് ഫീഡ് ചെയ്യുക, ഒരേ ടൈമിൽ ഫീഡ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു കേസ്, അടുത്ത ഒരു നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഡൈജസ്റ്റർ വെച്ചിരിക്കുന്ന സ്ഥലം അത് നല്ലപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ വെക്കാം. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ഡൈജസ്റ്റർ മരത്തിൻ്റെയൊക്കെ അടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയ്ഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടുന്ന് മാറ്റി നമുക്ക് നല്ലപോലെ കാറ്റും നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഡൈജസ്റ്ററിനെ മാറ്റി വെക്കാം. അതായത് ഒരു ചെറിയൊരു വാം പ്ലേസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 40 ഡിഗ്രിയൊക്കെയാണ് നമുക്ക് വേണ്ട ഒരു ടെമ്പറേച്ചർ അതിനകത്ത്. അപ്പം ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും.
പിന്നെ ഒന്നുകൂടെ ചെയ്യാവുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പി എച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് പി എച്ച് ഒരു ചെറിയൊരു പി എച്ചിൻ്റെ പെന്ന് ഓൺലൈനിൽ അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലുമുള്ള കടകളിൽ ചെന്ന് വാങ്ങിക്കുക. ജസ്റ്റ് അതിന് നമ്മുടെ ആ സ്ലറി വരുന്നുണ്ടല്ലോ അവിടെ ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഡിപ്പ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എത്രയാണെന്നുള്ളത് അതിൻ്റെ അകത്ത് അറിയുക. അത് ഒരു ഐഡിയൽ കണ്ടീഷനിലുള്ള ഒരു പി എച്ച് എന്ന് പറഞ്ഞാൽ 6.8 to 7.5 ആണ്. ഇനി അത് കുറവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലൈമോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ലീക്ക് ഡിറ്റക്റ്റ് ചെയ്യാം. സോപ്പ് വാട്ടർ നമ്മൾ ഈ ജോയിൻറ്റിലൊക്കെ കുറച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ബബിൾ വരുന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ദർ ഇസ് എ ലീക്ക്. അപ്പം അങ്ങനെയുള്ള ലീക്ക് എല്ലാം നമ്മൾ സീൽ ചെയ്യുക. ഇനി പാർട്സ് വല്ലതും മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റുക. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു. അതായത് വളരെ പെട്ടെന്ന് നമ്മുടെ ഗ്യാസ് പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് ടെസ്റ്റുകളും അതെങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. താങ്ക് യു വെരി മച്ച്.